ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സുമിസ് മോക്കോസ്. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ക്ലാസ്സസൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. വീഡിയോസ് എടുത്താൽ തന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ കുറവായിട്ട് ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഫ്രണ്ട് അലിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. ഞങ്ങളെല്ലാവരോടും കേച്ചേരിക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ട് പോകാമെന്ന്. കേച്ചേരിയിലല്ല സ്ഥലം, കുറച്ചും കൂടി ഉള്ളിലേക്കാണ്. പേര് എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇനി നമുക്ക് അവിടെ കാണാം. ഹലോ ബാക്കിയുള്ളവരത് ആ ഓട്ടോയിലുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആ സമയത്ത് അവിടെ അച്ഛൻ ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനയും വെഞ്ചിരിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നു. അലീനെ കാണാത്ത കാരണം ഞങ്ങളിങ്ങനെ പുറത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു. നമ്മളിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് അലിൻ്റെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹൗസ് വാമിംഗ് ആണ്. പക്ഷെ ഞങ്ങൾ ആരും വിളിക്കുന്നില്ല, ഉള്ളിലേക്ക് വിളിക്കുന്നില്ല. ഞങ്ങളെപ്പോഴും പുറത്ത് നിന്നെങ്ങനെ വ്ളോഗൊക്കെ എടുക്കണ പോലെ അഭിനയിക്കാം. എന്നാലെങ്കിലും വിളിച്ചാലോ. ഒരു പരിചയമില്ലാത്ത ആളൊക്കെ വന്ന് ഞങ്ങൾ ക്ഷണിച്ചു. ഗൈസ് അലിയും വന്നിട്ടില്ല. എന്താ ചെയ്യും, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ നിന്നപ്പോൾ ആ അച്ഛൻ ഞങ്ങളെ ക്ഷണിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് കൽക്കണ്ടവും മുന്തിരിയൊക്കെ തന്നു. എന്നിട്ട് ഞങ്ങൾ അലീനെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക. അലീനെ എവിടെയെന്ന് തന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കരുത്. അലി നാളെ വീടിൻ്റെ ഉടമ. ഈ വ്യക്തിനെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതെ തന്നെ. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന നേരത്ത് അലിൻ്റെ ഒരു അങ്കിള് വന്നിട്ട് ഈ ഒരു ബൈബിള് ഞങ്ങൾക്ക് തന്നു. ഇത് മുഴുവൻ അലി സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. സൂപ്പർലേ. ഞങ്ങളെല്ലാവരും ഇത് കണ്ടൊരു ഷോക്കിൽ നിൽക്കരുത്. കാരണം അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത പോലെ അവൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ റൂമിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അലിൻ തിരക്കിലായിരുന്നല്ലോ. അതിൻ്റെ ഇടയിൽ അലിൻ്റെ റിലേറ്റീവ്സൊക്കെ ഞങ്ങളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പുമ്പോൾ വരിവരിയായിട്ട് നിൽക്കുക. അപ്പൊ ഞങ്ങളിവിടെ പുരപ്പുറത്താണ്. അതെ 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 അതെ. ഒരു വീട് പണിത് നമ്മളെല്ലാം കാണും. അതെ, ഈ വീട് വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങളിവിടെ താമസിക്കാറുണ്ട്. വീടിന്റെ മുകളിലത്തെ ടാങ്ക് വരെ, അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം വരെ കണ്ടു. ശ്രീകുട്ട നോക്കൂ, പരിചയപ്പെടുത്തു. ശ്രീകുട്ടൻ വെറുതെ നിൽക്കുന്നത് ഇവനാണ്. ശ്രീകുട്ടൻ ഫേമസ് ഫേമസ്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ശ്രീകുട്ടനെ തന്നെ വേണ്ടുള്ളൂ. ഞങ്ങളൊക്കെ സൈഡായി പോയി ഗൈസ്. ഞങ്ങളൊക്കെ സൈഡായി പോയി. ഞങ്ങൾക്കുള്ള കേക്കൊക്കെ അവർ മേലേക്ക് കൊടുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കേക്കൊക്കെ തിന്നിട്ട് നിൽക്കട്ടോ. ഫേമസ് ആണ്, അതുകൊണ്ട് ഭയങ്കര. അപ്പൊ പിന്നെ ഞങ്ങൾക്കുള്ള പാലിട്ട ഒരു അങ്കിള് മേലേക്ക് വന്നു. അപ്പൊ എല്ലാരും പാല് കുടിക്കണ തിരക്കിലാണ്. ഹലോ മൈ ഡിയർ. പിന്നെ നമ്മളൊരു ഹൗസ് വാമിങ്ങിന് വന്ന വീടിൻ്റെ എല്ലാ ഭാഗവും കാണാമെന്ന് പറഞ്ഞിട്ട് സൺഷെയ്ഡ് വരെ നമ്മൾ ഇറങ്ങി കണ്ടു നമ്മുടെ അജിത്ത്. അതിന് ശേഷം വേറൊരാൾ ടെറസിൻ്റെ മുകളിൽ ഇനി എന്താണെന്ന് നോക്കാൻ കയറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അബി. ഒരു പാട്ട് പഠിക്കോ? പിന്നെ ഞാൻ അജിത്തിനെ കൊണ്ട് എന്തെങ്കിലും പറയാൻ ശ്രമിപ്പിക്കുന്നു. പക്ഷെ അവനക്ക് ഷൈ ആയതുകൊണ്ട് ക്യാമറ മറച്ചു പിടിച്ചു. ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഹായ് അറിയില്ലേ? ഹായ് പറ. എന്താടാ ഞങ്ങൾ കുറച്ചധികം നേരം മേലെ തന്നെയായിരുന്നു. അതിനുശേഷം
താഴത്തേക്ക് ഇറങ്ങി ഇനി എത്ര നേരം അവിടെ നിന്ന് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും താഴത്തേക്ക് ഇറങ്ങി ഇനി എല്ലാവരും ഉള്ളിടത്ത് പോയിരിക്കാം എന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വീട്ടിനുള്ളിലേക്ക് കയറി ചെന്നേക്ക് ഉള്ളൊരു ഭാഗമാണത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ വീടെടുത്തത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ അതേ വൈബുള്ളൊരു കുട്ടിയും കൂടി കിട്ടി. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് ഇങ്ങനെ കമ്പനി ആയിട്ട് നിൽക്കുന്നു കേട്ടോ. ഇവർ കാര്യമായി എന്തോ നല്ലൊരു ചർച്ചയിലാണ്, ഞങ്ങൾ ഇടപെടാൻ പോയില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. പിന്നെ ഐസ്ക്രീം കഴിക്കൽ തുടങ്ങി. ബസ്സുകളോ ഇടവിട്ട് ഇത്തിരി ഗ്യാപ്പുള്ള കാരണേ. നിങ്ങൾ ഓട്ടോ അല്ലേ വന്നേ? അതെ അതെ, ഓട്ടോ അല്ലേ? ഞങ്ങളോട് നടന്നു. ടിപ്പറിലാ വന്നേ? അത് കണ്ടപ്പോഴേ ടിപ്പറിലാ വന്നിട്ടുണ്ടാവും. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ റെസ്റ്റ് എടുക്കലായി. പിന്നെ ഞങ്ങൾ ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ. ഞങ്ങൾ യാത്രയായി ആ ബസ്സിൽ ആ ഓട്ടോയിൽ അവരുണ്ട്. പ്രകൃതി രമണീയമായ എപ്പോഴാണ് വിളിക്കണത് ഞങ്ങളെ വീട്ടിലേക്ക്? 12 വീട് പണി കഴിഞ്ഞ് നമ്മൾക്ക് 24 ദിവസം വിളിക്കും. അപ്പോഴാണ് അവൻ ഞങ്ങളെ വീട്ടിൽ ക്ഷണിക്കുന്നത്. എവിടെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്കുള്ള ഇതാണ് മാങ്ങ തരും. മര്യാദക്ക് തിന്നാന്നില്ലേ സ്വഭാവം പറഞ്ഞിട്ട് ആലോചിച്ചത് തീറ്റക്കാരത്തിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ ഭാഗ്യം. അത് പറഞ്ഞിട്ടില്ല. അത് വേണ്ടല്ലോ അല്ലേ? മാങ്ങ മാത്രം നിങ്ങൾ എടുത്ത് കൊടുത്താൽ മാങ്ങ മാത്രം പാടത്തിന്റെ സൈഡിലേക്കുള്ള ഇതല്ലേ നമുക്ക് കയറാണോ 2 സൈഡിൽ നമ്മളിപ്പോ കണ്ടില്ലേ ഒരു പാടം. ആ പാടം പോലത്തെ ഒരു പാടം അവന്റെ നല്ല വീട്ടിലെത്തി. അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. 2-3 കൊല്ലത്തിന് ശേഷം ഞങ്ങളെ വിളിച്ചിട്ട് വേറെ എവിടെ സ്ഥലമില്ലാത്ത പോലെ ഞങ്ങൾ ആ പാടത്ത് കൊണ്ടിരുന്നോ. അതെ 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 വീട്ടില് സ്ഥലമില്ലാത്തോണ്ടാണ് പാടത്ത് വീടാകുമ്പോ അവർ ചോറ് തന്നെ കറി തന്നെ പാടാൻ ഒരു മാങ്ങലൊക്കെ അതാണ് മാങ്ങ ഞങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായി വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഗുഡ് താങ്ക് യു. അങ്ങനെയല്ല നീ വിളിച്ചല്ലോ.